എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസൈകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ മക്കളെ, നാളെ നമ്മുടെ SSLCന്റെ എക്സാം ആണ്. അപ്പൊ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ വൃത്തിക്ക് പഠിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജോഡികൾ നിങ്ങളെല്ലാവരും പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ഏതിൽ നിന്നാണ് എടുത്തത്, അതുപോലെ തന്നെ എഴുത്തുകാരന്റെ പേര്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്കൊരു മോഡൽ നോക്കാം. അഭിജ്ഞാന ശാകുന്തളം എഴുതിയിട്ടുള്ളത് തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡിയാണ്. അഭിജ്ഞാന ശാകുന്തളം എഴുതിയിരിക്കുന്നത് ആരാണ്? കാളിദാസനാണ്. അത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലെ. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് AR രാജരാജവർമ്മയാണ്. മലയാള ശാകുന്തളം എന്ന പേരിലാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ. പാവങ്ങൾ എഴുതിയത് ആരായിരുന്നു? പാവങ്ങൾ എഴുതിയത് ആരാ മക്കളെ? പാവങ്ങൾ എഴുതിയത് വിക്ടർ ഹ്യൂഗോയാണ് അല്ലെ. അത് നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തതാണ്. വിശ്വരൂപമോ ലളിതാംബിക അന്തർജനമാണ്. ഇതൊക്കെ ഏതിൽ നിന്നാണ് എടുത്തതെന്നും കൂടെ നിങ്ങൾ അതിന്റെ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ പേരിന്റെ കൂടെ, അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളണം. കടൽ തീരത്തോ നമ്മുടെ OV വിജയനാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് കാളിദാസനാണ്. അപ്പൊ നിങ്ങളോടും ഇതേപോലെ പദച്ചേരുവ അല്ലെങ്കിൽ ജോഡി ചേർക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മക്കൾ നോക്കിക്കൊള്ളണം. അപ്പൊ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വായിച്ച് പഠിക്കാം. ഓക്കെ, ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠങ്ങളെ പേര്, എഴുത്തുകാർ, ഏതിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇത് വന്നിട്ടില്ലെങ്കിലും എന്താണ്, നമുക്ക് 4 മാർക്കിൻ്റെ ഇതിലൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, മറന്നു പോകരുതേ. ഇനി 1 മാർക്കിന്റെ ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യമാണ് എന്ത്? കണ്ടുണ്ണി എന്ന കഥാപാത്രത്തിന്റെ അമ്മയുടെ സാന്നിധ്യം കഥയിൽ അനുഭവപ്പെടുന്നത് എങ്ങനെ? ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഇന്നലെ മിസ് ലൈവിലാണെങ്കിലും കൃത്യമായിട്ട് ഓരോ പാഠഭാഗത്തിന്റെയും ആശയം പറഞ്ഞു തരുന്നുണ്ട്. ആ ആശയം മനസ്സിലേക്ക് എടുത്തിട്ട് ആ ആശയവുമായി ബന്ധപ്പെടുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. കണ്ടുണ്ണിയുടെ വാക്കിലൂടെയാണ്, പൊതിച്ചോറിലൂടെയാണ്, ബലിക്കാക്കയിലൂടെയാണ്, കരിമ്പനകളിലെ ഇരമ്പുന്ന കാറ്റുകളിലൂടെയാണ്. ഏതിലൂടെയാണ് അമ്മയുടെ ഇത് വരുന്നത്? നമുക്ക് എന്തായാലും കണ്ടുണ്ണി സംസാരിക്കുന്ന അച്ഛാ മകനെ അല്ലെ, അവർ പരസ്പരം പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. അതിനപ്പുറം എന്താണ് ഒന്നും പറയുന്നില്ല. നമുക്ക് പൊതിച്ചോറിലൂടെയാണ് അല്ലെ, കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറ്, അതിന്റെ നനവ് അല്ലെ, ഓതം എന്ന് വെച്ചാൽ നനവ്, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ പൊതിച്ചോറിലൂടെയാണ് എന്നുള്ളത് മക്കളെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? ഇവിടെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്ക് തന്ന് അതിൻ്റെ പകരം പദമോ അല്ലെങ്കിൽ നമ്മളെ ജളം എന്ന് ചോദിച്ച് അതിൻ്റെ അർത്ഥം, വിഡ്ഢി, ഓതം, ഇങ്ങനത്തെ ചില വാക്കുകൾ തന്നിട്ട് അതിൻ്റെ അർത്ഥം ചോദിക്കാനും നമുക്ക് സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഉഷസ് എന്നാണ് തന്നിട്ടുള്ളത്. ഉഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രാവിലെ, പ്രഭാതം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പുലരി, പ്രഭാതം, വിഭാതം എന്നൊക്കെ പറയുന്നത് ഉഷസിനെയാണ്. നിശ എന്ന് പറയുന്നത് രാത്രിയെയാണ്. പിന്നെ അതുപോലെ തന്നെ പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. പുഴമണൽ എന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള വിഗ്രഹം പുഴമണൽ. എവിടെയുള്ള മണലാണടാ? പുഴയിലെ മണലാണ് പുഴമണൽ. അപ്പം നന്നായിട്ട് 4 ഓപ്ഷനും നന്നായിട്ട് വായിച്ചു നോക്കണം. ഒരു ടെൻഷനും അടിക്കേണ്ട. കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഒരു 2 തവണയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലെ. മനസ്സിലാവുന്നില്ലേ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതേണ്ടതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേണം പോവാൻ. അപ്പൊ എന്താണ്? പുഴയിലെ മണലാണ് പുഴമണൽ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കൂട്ടിച്ചേർത്തത് തന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള പദച്ചേരുവ ചോദിക്കും. അപ്പൊ കൂട്ടിത്തന്നത് നിങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ വാക്കിലിടാ. ഈ രണ്ടാമത്തെ വാക്കിന്, അതായത് രണ്ടാമത്തെ വേർഡിന്റെ ആദ്യത്തെ അക്ഷരത്തിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ നോക്കിയേ, കോളാമ്പി ചെടി, ഈ ചായ എന്തായി ഇവിടെ? 2 ചായായി. ഈ തായ് എന്തായി ഇവിടെ? 2 തായായി. ഈ എന്തായി ഇവിടെ? ഇവിടെ എന്തായി? യായി. ഈ പായ എന്തായി ഇവിടെ? 2 പായായി. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? അക്ഷരം ഇരട്ടിച്ചതാണ്. ഇവിടെ മാത്രമാണ് യായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കണം. യായും വായും വരുന്നത് ഒരേ സാധനം തന്നെയാണ്. അതിനെ ആഗമസന്ധി എന്നാണ് പറയാ. ആഗമസന്ധിയാണ്. അപ്പോൾ യായും വായും ചിലപ്പോൾ ഒരേപോലെയുള്ള 3 തന്നേക്കാം, ഓപ്ഷൻസ് തന്നേക്കാം. അതിൽ ചിലപ്പോൾ ഇരട്ടിച്ച ഏതെങ്കിലും ഒരു വാക്കായിരിക്കും വേറിട്ടത് തരുന്നത്. അപ്പൊ അതായിരിക്കും എടുത്തെഴുതേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ ഈ കൂട്ടിച്ചേർത്ത പദത്തിന് എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ, തെറ്റിക്കരുത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 2 മാർക്കിന്റെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 2 മാർക്കിന് എന്താണ്? ഇവിടെ ആ വീടുകൾക്കപ്പുറത്ത് അല്ലെ, പാഴുതറയിലെ 50 ചില്ലുവാനും കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്? 2ഓ 3ഓ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത്
എഴുതുന്ന സമയത്ത് ഇവിടെ ചോദ്യം എന്താണ്? ഒരു മിനിറ്റ്. സന്ദർഭത്തിൽ തെളിയുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ രണ്ട് സവിശേഷത. അതായത് എന്താണ് ഇവിടെ ഗ്രാമീണ ജീവിതത്തിന്റെ സവിശേഷത? ഒന്നാമത് എന്താണ്? അവിടെ ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകൾ നമുക്ക് കാണാം. ചിലപ്പോൾ നിങ്ങളോട് നഗരത്തിന്റെ പ്രത്യേകത ചോദിക്കാം. ആ കണ്ണൂരിൽ എത്തുന്ന സമയത്ത് ആ കാളവണ്ടിക്കാരനും അല്ലെങ്കിൽ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ, കട്ടാൽ മതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നഗര ജീവിതത്തിന്റെയോ ജീവിതത്തിന്റെയോ സവിശേഷതകൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഗ്രാമമാണെങ്കിൽ നന്മ, വിശുദ്ധി, ആളുകളുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കാം. നഗരത്തിലാണെങ്കിൽ എന്താണ്? മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റം, സ്വാർത്ഥത, ഇതൊക്കെ എന്താണ്? നഗരത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താണ്? നമുക്ക് രണ്ട് വാക്ക് തന്നിട്ട് ഇങ്ങനെ കണ്ട പ്രകൃതി ഇങ്ങനെ രണ്ട് വാക്ക് തന്നിട്ട് അർത്ഥവ്യത്യാസം എന്താണ് ഇവിടെ ഈ വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം ഓരോ വാക്യത്തിലും ഉപയോഗിച്ചപ്പോൾ ആ വാക്കിന് എന്താണ് മാറ്റം വന്നത്? ഇങ്ങനെ ചോദിക്കും. ഇവിടെ ചോദ്യം എന്താണ്? ഇത് ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. ആകൃതിക്ക് ചേർന്ന പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ആകൃതിക്ക് ചേർന്ന പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരത്തെയാണ്. ഇവിടെ പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തെയാണ്. സർവ്വധമനന്റെ എന്താ പറയുന്നത്? ശരീരത്തെയാണ് അത് അവിടെ ചോദിക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താണ്? പ്രകൃതിക്ക് മേൽ മനുഷ്യന്റെ കടന്നുകയറ്റം സർവനാശത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കും. അവിടെ പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ അർത്ഥത്തിലാണ്. നമ്മുടെ പ്രകൃതിയെ തന്നെയാണ്, പച്ചപ്പിനെ തന്നെയാണ് ഇവിടെ പ്രകൃതിയായിട്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ആ വാക്യത്തിന്റെ ആശയം നിങ്ങൾ അതേപോലെ എടുത്തെഴുതിയാൽ മതി. കൂടുതൽ അതിൽ ചിന്തിക്കേണ്ട, വാക്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്നെന്താണ്? വഴുതി വീണു എന്ന് പറയാം. വായിൽ നിന്നറിയാതെ വഴുതി വീണു എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കാര്യം, ഒരാളെ പറ്റി ഒരു മോശമായിട്ട് വാക്ക് എൻ്റെ വായിൽ നിന്നും അറിയാതെ വഴുതി വീണു, അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്നർത്ഥം. മറ്റത് ഒരാൾ അവിടെ വഴുതി വീണു എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരാൾ വീണു എന്നത് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ കൃത്യമായിട്ട് അതിന്റെ ആശയം അതുപോലെ എഴുതിയാൽ മതി. 2 മാർക്കാണെന്ന് ആലോചിക്കണം. 2ഓ 3ഓ വരിയിൽ എൻ്റെ മക്കള് എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ 2 മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി. അതായത് ഇവിടെ ഒരു പാവയുടെ മാതിരി യാങ് മെത്രാൻ എന്ത് ചെയ്തു? ഇതുകൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് മെഴുകുതിരി കാലുകൾ കൊടുത്തു. ഇതിനാണ് നിങ്ങൾക്ക് കൂടുതൽ വില കിട്ടുക എന്ന് പറഞ്ഞ് അതുകൂടെ കൊടുത്തു. അപ്പോൾ തന്നെ എന്തിനാണ് മെത്രാൻ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സ്നേഹിത എന്നൊക്കെ വിളിക്കുന്നത് എന്നറിയാതെ നമ്മുടെ യാങ് എന്താണ്? അതിങ്ങനെ കൈകൾ നീട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 മെഴുകുതിരി വിളക്കുകൾ, അല്ലെ, ഒരു പാവയുടെ പോലെ വാങ്ങിയെന്ന്. അപ്പോൾ എന്താണ്? തികച്ചും ഒരു മനുഷ്യന്റെ ഭാവമല്ലാതെ, അല്ലെങ്കിൽ എന്താണ് ആരോ ചലിപ്പിക്കുന്നത് പോലെ യാന്ത്രികമായിട്ട്, എന്താണ് യാന്ത്രികമായിട്ട്, അല്ലെ, നമ്മൾ സ്വിച്ച് ഇട്ട ഫാൻ കറങ്ങുന്നത് പോലെ എന്താണ് യാന്ത്രികമായിട്ട് സ്വയം ചിന്തിക്കാതെ കൈകൾ നീട്ടിയതുപോലെ, അതുകൊണ്ടാണ് പാവയുടെ മാതിരി, യാന്ത്രികമായിട്ട് കൈകൾ നീട്ടിയത് കൊണ്ടാണ് പാവയുടെ മാതിരി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, തൻ്റെ വികാരത്തിൽ നിന്നോ അല്ലെങ്കിൽ താൻ ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്നോ അറിയാതെ ചെയ്യുകയാണ് ഇവിടെ എന്താണ്? യാങ്. കൈ നീട്ടണമെന്ന് വിചാരിച്ചിട്ട് നീട്ടിയതായിരുന്നില്ല, അറിയാതെ നീട്ടിപ്പോയതാണ്. അപ്പോൾ യാന്ത്രികമായിട്ട് കൈകൾ നീട്ടിയതിനെയാണ് പാവയോട് ഉപമിച്ചിരിക്കുന്നത്. ആലോചിച്ചോളണേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടെ അദ്ദേഹത്തിന്റെ നിസ്സഹായത, ഇതൊക്കെയാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉത്തരം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്തൊരു ചോദ്യം 4 മാർക്കിൻ്റെതാണ്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ഈ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഈ വിദ്യയെക്കുറിച്ചുള്ള എഴുത്തച്ഛൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഇന്നത്തെ പ്രസക്തി. അപ്പം നമ്മൾ ആദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാകുന്ന സമയത്ത് നിങ്ങൾ പേപ്പർ എടുക്കുക. ആദ്യം തന്നെ എഴുത്തച്ഛൻ്റെ ഏതിൽ നിന്നാണ് എടുത്തത്? അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ലക്ഷ്മണസാന്ത്വനം. ഇതിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് പാഠഭാഗം. തുടങ്ങിയിട്ട് ഒരു 4 വരിയിൽ എഴുതിയതിനു ശേഷം ഇവിടെ എന്താണ്? അതായത് വിദ്യ എന്നതുകൊണ്ട് എഴുത്തച്ഛൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം, ആയുസ്, അതുപോലെ തന്നെ നമുക്കുള്ള ഭോഗങ്ങൾ, ഐശ്വര്യം, ഇതൊക്കെ എന്താണ്? പെട്ടെന്ന് ഇല്ലാതാകും എന്നുള്ള തിരിച്ചറിവിനെയാണ് വിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ അറിവില്ലായ്മ എന്നത് ഇവിടെ എന്താണ്? ഈ തിരിച്ചറിവില്ലായ്മയാണ് അറിവില്ലായ്മ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസാരത്തിന് കാരണം അവിദ്യയും നമ്മുടെ ഈ സംസാരത്തെ ഇല്ലാതാക്കുന്നത് വിദ്യയുമാണ് എന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ മതി, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി, വെള്ളായിയപ്പന് ശ്വാസം മുട്ടി, അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തിന് നൽകുന്ന സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപരിചിതരുടെ സ്വരങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് കൊലക്കയറുകൾ പോലെ തോന്നി എന്നുള്ളതാണ്. പാഠഭാഗം എഴുതുക. അല്ലെ, ഏതാണ്? കടൽ തീരത്താണ്, OV വിജയനാണ് എഴുതിയിട്ടുള്ളത്. അല്ലെ, കടൽ തീരം പോലെ എന്താണ് മനസ്സ്
ഇങ്ങനെ ഇളകി മറയുന്ന അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായിട്ടുള്ള നമ്മുടെ വെള്ളായപ്പനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ വെള്ളായപ്പൻ എന്താണ് മകനെ തൂക്കിക്കൊല്ലാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് കണ്ണൂരിൽ സെൻട്രൽ ജയിലിലേക്ക് യാത്രയാകുന്നതാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ മകൻ്റെ ആ ഒരു മരണവും അതുപോലെ തന്നെ മകൻ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരവും അച്ഛൻ മരിച്ച ആ ദുഃഖവും എല്ലാം കൂടെ അയാൾക്ക് എന്താണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു മാനസികാവസ്ഥയും ശാരീരിക ബുദ്ധിമുട്ടുകളും അയാളിൽ ഉണ്ടാക്കി. ഈ മാനസിക വ്യതകൾ പേരിക്കൊണ്ടാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്രയാകുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന് അറിയാത്ത ആളുകളുടെ സ്വരങ്ങളും അദ്ദേഹത്തിന് ചിരപരിചിതമായിട്ടുള്ള കാറ്റും ഒക്കെ എന്താണ് അദ്ദേഹത്തിന് അപരിചിതമായിട്ട് തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ എന്താ പറയുന്നത് വേദനയാണ് നമുക്കിവിടെ കാട്ടിത്തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശദീകരിച്ചാൽ മതി. ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മുടെ പാഠം ബാക്കിയുള്ളതാവൂ. ബാക്കിയുള്ളതൊക്കെ ചോദ്യത്തിനായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അതിനൊക്കെ ഉത്തരം ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ സൂം ചെയ്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. മിസ് ഇപ്പോൾ പറഞ്ഞ രീതിക്ക് നിങ്ങൾ എഴുതുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. സ്നേഹാർദ്രമായിട്ടുള്ള സംബോധനകൾക്ക് മനുഷ്യ മനസ്സിൽ എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി മുകളിൽ നൽകിയ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഇങ്ങനെ രണ്ട് വരികളൊക്കെ തരുന്ന സമയത്ത് 4 മാർക്കിന് അത് വളരെ ഉപകരിക്കും. കാരണം ലക്ഷ്മണ സാന്ത്വനത്തിൽ നിങ്ങൾ പറഞ്ഞോളണം അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്. എഴുത്തച്ഛൻ്റെതാണ്. ഇതിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുകളോട് എന്താണ് ഒരിക്കലും ദേഷ്യത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ പാടില്ല. സമാധാനത്തിൽ നമുക്ക് എന്താണ് സ്നേഹത്തിലൂടെ പറയുന്ന സമയത്താണ് ഏതൊരു എന്താ പറയുന്നത് മനസ്സ് വികൃതമാക്കിയവനെയും നമുക്ക് ശാന്തനാക്കാനും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാനും സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള മറ്റൊരു കഥാപാത്രമാണ് പാവങ്ങളിലെ മെത്രാൻ എങ്ങനെയാണ് സമൂഹം പോലും ഒറ്റപ്പെടുത്തിയിട്ടുള്ള യാങ്വാഗ്യാങ്ങിന് അഭയവും അതുപോലെ തന്നെ എന്താണ് ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നത് മെത്രാനാണ്. ആരിൽ നിന്നും എന്താണ് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം എന്താണ് എല്ലാവരെയും സഹായിക്കുന്നത്. അദ്ദേഹത്തിന് മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോട് പോലും അതേ ഒരു എന്താണ് സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ എഴുതിക്കൊള്ളണം. ഓക്കെ, ഇവിടെ അതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. സ്നേഹാർദ്ദമായിട്ടുള്ള സംഭാഷണങ്ങൾ മനുഷ്യ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും. ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തോളാം. ഇതൊക്കെ നിങ്ങൾക്ക് എന്തിലും എന്താണ് ഉപയോഗിക്കാം. ആത്മബന്ധം അനുഭവപ്പെടുന്ന സംബോധനകളൊക്കെ പറയാം. അവർ പറയുന്ന ആ ഒരു സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണ് സത്യവാനായിരിക്കുവാൻ ഈ ഒരു സമയം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുത് എന്നൊക്കെ പറയുന്ന ആ സംഭാഷണങ്ങളും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ അത് ശരിക്കും നമ്മുടേതായിരുന്നോ എന്നൊക്കെ മെത്രാൻ ചോദിക്കുന്നത് ആ വെള്ളി സമ്മാനങ്ങൾ അതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളണം. അപ്പം മെത്രാനും ശ്രീരാമനും എന്താണ് കരുണാദ്രമായിട്ടുള്ള 2 സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇനി 12 നോക്കിയേ. എരിയാൻ വിറകിന് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിലച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. കാവ്യഭംഗി വിശദീകരിക്കുക. ഇങ്ങനെ കാവ്യഭംഗിയൊക്കെ വിശദീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വരിയുടെ ആശയം തന്നെ വിശദീകരിച്ചാൽ മതി. ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ എഴുതുക, ഏതാണ് പാഠം, ആരാണ് എഴുതിയിട്ടുള്ളത്, ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കുക. അതിനുശേഷം പറയണം ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് സർവദമനനും ദുഷ്യന്തനും ശകുന്തളയും. അപ്പോൾ സർവദമനനെ അവിചാരിതമായിട്ട് ദുഷ്യന്തൻ എന്താണ് സർവദമനനെ ആശ്രമത്തിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ച് കാണുന്ന സമയത്ത് സർവദമനന്റെ പ്രവർത്തികൾ കാണുന്ന സമയത്ത് ദുഷ്യന്തന് തോന്നുന്നതാണ് എന്ത് ശരിയായിട്ട് അതായത് എരിയാൻ വേണ്ടിയിട്ട് കത്താൻ വേണ്ടി കാത്തു കിടക്കുന്ന ഒരു വിറക് കഷ്ണത്തോടാണ് ഇവിടെ സർവദമനനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിസരം കിട്ടുകയാണെങ്കിൽ ഒരു വലിയ വീരബാലനായിട്ട് വളരാൻ പോരുന്ന ഒരു കുഞ്ഞാണ് സർവദമനൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിശദീകരിക്കാം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം നോക്കിയേ. അടുത്തത് വിശ്വരൂപമാണ്. അതായത് നമ്മുടെ മിസ്സസ് സ്ഥലത്തിനെ കുറിച്ചിട്ട് ഒരു കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ എന്താണ് സ്ത്രീയുടെ വിശ്വരൂപമാണോ അമ്മ എന്നുള്ളതൊക്കെ നമുക്ക് ആ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചത് ഓർമ്മകൾ അത് മാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെടാനുള്ളൂ സുധീർ. ഓർമ്മകൾ അയവിറക്കാൻ മാത്രമുള്ളതാണ് വാർദ്ധക്യം എന്ന മിസ്സസ് സ്ഥലത്തിന്റെ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതാം. ആദ്യം നിങ്ങൾ പാഠഭാഗമൊക്കെ എഴുതി നേരെ യോജിക്കുന്നുണ്ടോ വെച്ചാൽ യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങാതെ പാഠഭാഗമൊക്കെ പറഞ്ഞുകൊണ്ട് മിസ്സസ് സ്ഥലത്താണ് ഡോക്ടർ തലത്തിന്റെ ഭാര്യയാണ് മിസ്സസ് സ്ഥലത്ത്. അപ്പോൾ അവരുടെ എന്താണ് അവസാനം വാർദ്ധക്യകാലത്ത് ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാന കാരണം അവരെന്താണ് സ്നേഹിക്കേണ്ട സമയത്ത് മക്കളെയോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാരെയോ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്ത് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഓർക്കാനുള്ള നല്ല ഓർമ്മകൾ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു വാക്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. യോജിക്കുന്നുണ്ട് കാരണം എന്താണ് നമുക്ക് വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല
ഓർമ്മകളും അല്ലെ നമ്മൾ സ്നേഹിക്കപ്പെടുകയും നമുക്ക് കരുതൽ കിട്ടേണ്ടതുമായിട്ടുള്ള ഒരു പ്രായമാണ് വാർദ്ധക്യം. അപ്പൊ നമുക്ക് കൊടുത്താൽ മാത്രമേ, കൊടുത്തത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ ചെയ്ത ഒരു സംതൃപ്തിയിൽ എന്താണ് നമുക്ക് വാർദ്ധക്യകാലം കഴിച്ചു കൂട്ടണമെങ്കിൽ അല്ലെ മിസ്സിസ് സ്ഥലത്ത് പറഞ്ഞതുപോലെ തന്നെ എന്താണ് മക്കളെയും മാതാപിതാക്കളെയും നന്നായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഓർമ്മകൾ മാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെടാനായിട്ടുണ്ടാവും എന്ന് പറയുന്ന നേരം അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊള്ളണം. പിന്നെ അതുപോലെ തന്നെ പ്രിയദർശനം, ഏവമോദി ഇടരാർന്ന് കണ്ണുനീർ അല്ലെ, നമ്മുടെ ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. നളിനിയുടെ മാനസികാവസ്ഥ ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? ഇപ്പൊ പ്രിയദർശനം അല്ലെ, നമ്മുടെ എന്താണ് കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിയദർശനം. ഇവിടെ നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നതാണ് പാഠസന്ദർഭം. ഇവിടെ എന്താണ് ഇവര് പണ്ട് സ്നേഹിച്ചിരുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ഇവരെ ഭാവശാലികൾ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയണം അല്ലെ, അങ്ങനെയുള്ള നളിനി എന്താണ് സന്യാസ ജീവിതം സ്വീകരിച്ചപ്പോഴും അല്ലെ വ്രതമനുഷ്ഠിച്ച് ദിവാകരനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വ്രതമനുഷ്ഠിച്ചിരുന്നത്. അതിൻ പ്രകാരം അവൾക്ക് എന്താണ് ദിവാകരനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്ത് അവൾക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിക്കാൻ മാത്രമേ അവൾക്ക് സാധിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന സമയത്ത് അവർക്ക് കൂടുതലൊന്നും സംസാരിക്കാനുണ്ടാവില്ല. അവരുടെ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും കണ്ണിൽ കൂടെ കണ്ണുനീരായിട്ട് ഒഴുകി പോവുകയുള്ളൂ. അത് നമുക്കിവിടെ എന്താണ് നളിനിയിൽ നിന്നും മനസ്സിലാക്കാം. അപ്പൊ അവൾക്ക് എത്രത്തോളം ദിവാകരനോട് സ്നേഹമുണ്ട് എന്നുള്ളതും അവൾ ഈ കണ്ണുനീർ പൊഴിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഓക്കെ, ഇനി 6 മാർക്കിന്റെ ചോദ്യമാണ് മെത്രാന്റെ ഒരു കഥാപാത്ര നിരൂപണം. അത് മിസ് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നിങ്ങൾ നോക്കണം. മെത്രാന്റെ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം? അതായത് കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നിങ്ങൾ മെത്രാൻ എന്ന് തലക്കെട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പാഠഭാഗം എഴുത്തുകാരനൊക്കെ പറയാ, ഇതിലെ മെത്രാൻ എന്താണ് ഒരു പുരോഹിതനാണ് എന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ ആരാരും അല്ലെങ്കിൽ സമൂഹത്താൽ ഒറ്റപ്പെട്ടിട്ടുള്ള യാങ്വാലി യാങ്ങിന് ഒരു അഭയം കൊടുക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് മെത്രാൻ. പിന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ മദാമഗ്ലോറോട് പറയുന്നത് അല്ലെ, ഒരു എന്താണ് കോപ്പപാത്രത്തിലെ ബ്രെഡ് റൊട്ടി എന്താണ് ആ വരി ഓർമ്മയുണ്ടല്ലോ, മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് മുള്ളോ കയ്യിലോ കൂടി എന്താണ് നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ അത് ശരിയായിട്ടായിരുന്നുവോ ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചിരുന്നത്, അത് നമ്മുടേതായിരുന്നില്ല എന്നൊരു ചിന്താഗതി. അതുപോലെ തന്നെ എന്താണ് കൊട്ടത്തടത്തിൽ വീണതുകൊണ്ട് കേട് പറ്റിയിട്ടുള്ള പൂച്ചെടിയെ നോക്കി വ്യസനിക്കുന്നത്. അപ്പോൾ മനുഷ്യനോട് മാത്രമല്ല പ്രകൃതിയോടും സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു മെത്രാൻ. ഈ ഡയലോഗൊക്കെ നിങ്ങൾ എഴുതിയിട്ട് വേണം കേട്ടോ വിശദീകരിക്കാൻ. അപ്പോൾ കാരുണ്യം ആർദ്രതയുമുള്ള വ്യക്തി, നന്മയുടെ കാവൽക്കാരൻ, വിശക്കുന്നവന് ഭക്ഷണവും അഭയവും നൽകി സഹായിച്ചു, ലളിതമായി ജീവിച്ച് മാതൃകയായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പലതും മറ്റൊരാളുടേതാണെന്നൊരു ചിന്ത പകർന്നു നൽകി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണം എഴുതാൻ. സമത്വവും സാഹോദര്യവും വഴിയാണ് നന്മയുടെ ലോകം എന്താണ് പിറക്കുന്നത് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് മെത്രാനായിരുന്നു. പിന്നെ അടുത്തത് നമ്മളോട് പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, അതായത് എഴുത്തച്ഛൻ്റെ കോപം ഒരു തീയാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ, കോപം ഒരു തീയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തലക്കെട്ടായിട്ടും ആലോചിച്ച് വെക്കാം. ഇത് മറ്റുള്ളവരെ നശിപ്പിക്കും. മുകളിൽ നൽകിയ സൂചനകളൊക്കെ നൽകിയിട്ട് ക്രോധം വെടിയാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ പ്രഭാഷണം. ഇതെന്തായാലും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചോളണം. നമ്മൾ ഒരുപാട് പഠിച്ചു, എന്നാലും പ്രഭാഷണമാണ്. അപ്പം മാന്യരെ ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ. നമ്മൾ ക്രോധത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രോധത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ അതിനുശേഷം അല്ലെ നമ്മുടെ പാഠഭാഗം കാര്യങ്ങളൊക്കെ പറയുക. ക്രോധം കൊണ്ടാണ് ലക്ഷ്മണൻ എന്താണ് അല്ലെ തൻ്റെ മാതാപിതാക്കളെയും അവിടെയുള്ള ജനങ്ങളെയൊക്കെ കൊല്ലുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അശ്വത്ഥമാവും എന്താണ് ക്രോധം കൊണ്ട് തന്നെയാണ് അരുങ്കൊല നടത്തുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. മാതാവിനെയും എന്നിട്ട് അവസാനം നിങ്ങൾ എഴുതണം, മാതാവിനെയും പിതാവിനെയും ഉറ്റവരെയും തിരിച്ചറിയാതെ പെരുമാറാൻ ക്രോധമിടയാക്കും. ശ്രീബുദ്ധന്റെ സ്നേഹ സന്ദേശത്തിന്റെ പ്രസക്തി, കോപത്തെ തീയോട് സാമ്യപ്പെടുത്തുന്നത്, അതൊക്കെ നിങ്ങൾ പറയണം. ചെറിയ വഴക്കിന്റെ പേരിൽ പക കൊണ്ട് നടക്കുന്ന ഇന്നത്തെ സമൂഹത്തിനെ പറ്റി പറയണം. വെറുപ്പിന്റെയും നിങ്ങൾക്ക് ഇന്ന് നടന്നിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ആ കൊലപാതകം വരെ നിങ്ങൾക്ക് പറയാം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലേക്കും കൂടെ എടുക്കണേ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഭാഗമായി പ്രയാസപ്പെടുന്നവർ, നിസാരമായ കാരണങ്ങളിൽ പോലും കൊലപാതകം നടക്കുന്നു. വർത്തമാനകാലത്തെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതണം. അപ്പം 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം എന്ന് ആലോചിക്കുക. നിങ്ങളൊന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ നമുക്ക് പുറമെ നിന്നും ഒരു ആസ്വാദനക്കുറിപ്പ് വരും. അപ്പം നിങ്ങൾ തലക്കെട്ട് കൊടുത്തോളണം. പിന്നെ ആമുഖം, കവിയെക്കുറിച്ചും ആ തലക്കെട്ടിനെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കുക. പിന്നെ കവിതയുടെ ആശയം പറയണം. പിന്നെ എന്താണോ ആ കവിത, ആരെങ്കിലും കുറിച്ചാണെങ്കിൽ അവരുടെ ജീവിതം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ
വരികൾ പറയുക. ഇതിപ്പോൾ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു കവിതയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ കാവ്യഭംഗി, ഭംഗി, പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയോഗത്തിന്റെ ഭംഗി, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇന്നത്തെ സമൂഹത്തിന് അത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ കവിത വിശദീകരിക്കുക. അത് മാക്സിമം നിങ്ങൾ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്, എന്നാലും നോക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്താണ് വരാൻ സാധ്യതയുള്ളൊക്കെ ചോദ്യങ്ങൾ. അപ്പോൾ ഏതേത് പാഠങ്ങളിൽ നിന്ന് വരും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാവരും വരികളും പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ അതുപോലെ തന്നെ എസ്സേക്ക് ആവശ്യമായിട്ടുള്ള ആമുഖം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിക്കൊള്ളുക. മിസ് അതൊക്കെ തന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ട് എഴുതി പഠിക്കുകയോ വായിച്ച് പഠിക്കുകയോ ഒക്കെ ചെയ്യുക. നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതണം. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.